ഫാസ്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ അനലിസ്റ്റ് എക്സാം അടുത്തിരിക്കുന്ന ഈ ഒരു ടൈമിൽ അനലിസ്റ്റ് എക്സാംസിന്റെ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള, അതായത് നിയർലി 16 മാർക്കോളം വരുന്ന ഫാർമക്കോളജി ടോപ്പിക്കിലെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അനലിസ്റ്റ് എക്സാംസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഫാർമക്കോളജിയിലാണ് അല്ലെ. ഫാർമക്കോളജിയിലെ എല്ലാ ടോപ്പിക്സിനെയും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാരത്തോൺ ചെയ്യുന്നത്. ഓക്കെ, നേരെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് which of the following route of administration is the fastest way to deliver a drug into the bloodstream? ബ്ലഡ് സ്ട്രീമിലേക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയിൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഡ്രഗ് റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് ആക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡ്രഗ് എവിടേക്ക് എത്തണം? ബ്ലഡിലേക്ക് എത്തണം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തണം. അപ്പൊ ഈ ഒരു ബ്ലഡിലേക്ക് എത്തണമെങ്കിൽ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തുന്നത് ഏതൊരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വഴി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ എന്താണ് വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, അതായത് ഇൻട്രാവീനസ് റൂട്ട് അല്ലെ. IV റൂട്ട് വഴിയാണ് ക്വിക്കായിട്ട് ബ്ലഡിലേക്ക് ഡ്രഗ് റീച്ച് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം IV റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് നമ്മൾ വീനസ് സർക്കുലേഷനിലേക്കാണ് ഡ്രഗ് അപ്ലൈ ചെയ്യുന്നത്. സോ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അവിടെ ക്വിക്ക് ആയിരിക്കും നടക്കുന്നത്. Then in the intravenous route in which the needle is inserted directly into a vein is the fastest way to get the drug into the bloodstream. ഇനി ചോയ്സ് എയിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ചോയ്സ് എയിൽ പറഞ്ഞിരുന്നത് intramuscular route ആയിരുന്നു അല്ലെ. The speed of this route depends in the part on the blood supply to the muscles. അപ്പോൾ നമ്മൾ മസിൽസിലേക്ക് അല്ലെങ്കിൽ മസിൽസ് ബിറ്റ്വീനിലേക്ക് കൊടുക്കുന്നതിനാണ് ഇൻട്രാമസ്കുലാർ എന്ന് പറയുന്നത്. ഇവിടേക്ക് ബ്ലഡ് റീച്ച് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈയുടെ എത്ര എമൗണ്ട് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ സ്പീഡ് വരുന്നത്. ബ്ലഡ് സപ്ലൈ കുറവാണെങ്കിൽ ഷുവർ ആയിട്ടും നമ്മുടെ ഡ്രഗ് റീച്ച് ചെയ്യുന്ന ടൈം കൂടുതൽ ടൈം എടുക്കും. ഇനി ചോയ്സ് സിയിൽ നമ്മൾ പറയുന്നത് ഇൻട്രാതീക്കൽ റൂട്ട് ആണ് അല്ലെ. എന്താണ് ഇൻട്രാതീക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ? അതായത് വെർട്ടിബ്രയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിന് ബിറ്റ്വീനിലേക്ക് ആ ഒരു ഡ്രഗ് റീച്ച് ചെയ്യുന്നതിനെയാണ്, ഡ്രഗ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാതീക്കൽ റൂട്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും ബ്രെയിൻ, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന ടിഷ്യൂസ് ഇവയൊക്കെ എഫക്ട് ചെയ്യാനാണ് നമ്മൾ ഇൻട്രാതീക്കൽ റൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോയ്സ് ഡിയിൽ പറഞ്ഞത് ഓറൽ റൂട്ട് ആണ്. നമുക്കറിയാം അല്ലെ, ഓറൽ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏറ്റവും താമസിച്ചാണ് ഓറൽ റൂട്ട് വഴി നമ്മുടെ ബ്ലഡിലേക്ക് ഡ്രഗ് എത്തുന്നത്. കാരണം ഓറൽ റൂട്ട് വഴി നമ്മൾ എടുക്കുന്നത് GI ട്രാക്റ്റിൽ ചെന്ന് സ്റ്റൊമക്കിൽ ചെന്ന് അബ്സോർബ് ചെയ്യുക, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് അവിടെ കഴിയേണ്ടതായിട്ടുണ്ട്. സോ ഓറൽ റൂട്ട് ആണ് ഏറ്റവും താമസിച്ചെത്തുന്നത്. എന്നാലും മോസ്റ്റ് കൺവീനിയന്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓറൽ റൂട്ട് ആണ് വരുന്നത്. ഓക്കെ, മോസ്റ്റ് കൺവീനിയന്റ് ആയിട്ടും നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ഓറൽ റൂട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്പീഡപ്പിൽ എത്തുന്നത് IV റൂട്ട് വഴി തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following types of the drug is best administered through the subcutaneous route because it can be destroyed in the digestive tract? ഇതില് താഴെ പറയുന്നതില് ഏതൊരു ടൈപ്പ് ഡ്രഗ്സ് ആണ് നമുക്ക് സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ബെറ്റർ ആവുന്നത്? കാരണം എന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ട് ഇത് ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വെച്ച് ഡിസ്ട്രോയ് ആയി പോകണമെങ്കിൽ അത് അനസ്തെറ്റിക്സ് ആണോ, ആന്റിബയോട്ടിക്സ് ആണോ, ആന്റി സീഷർ മെഡിക്കേഷൻസ് ആണോ, അതോ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഇൻസുലിൻസ് ആണോ? ഏതായിരിക്കും ആൻസർ വരിക? ഓഫ് കോഴ്സ് ഇസ് പ്രോട്ടീൻസ് സച്ച് ആസ് ഇൻസുലിൻ ആണ് ആൻസർ വരുന്നത് അല്ലെ. പ്രോട്ടീൻസ് നമ്മുടെ GI ട്രാക്റ്റിൽ വെച്ചിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ഇൻസുലിൻ പ്രിഫർ ചെയ്യുന്നത് സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴി തന്നെയായിരിക്കും. ഓക്കെ, ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, അതായത് പ്രോട്ടീൻ സച്ച് ആസ് ഇൻസുലിൻ. This would be destroyed if administered through the digestive tract and hence are administered subcutaneously. ഇനി ചോയ്സ് എയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനസ്തെറ്റിക്സ് ആൻഡ് അനാൽജസിക്സ് ആണ് അല്ലെ. ഇവ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇൻട്രാതീക്കൽ റൂട്ട് വഴിയാണ് അല്ലെ. ഇൻട്രാതീക്കൽ റൂട്ട് നമ്മൾ പറഞ്ഞു വെർട്ടിബ്രൽ ഡിസ്കിന് ഇടയിലൂടെ ആയിരിക്കും
അത് റീച്ച് ചെയ്യുന്നത്. ഇനി ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ ഓറലി കൊടുക്കാറുണ്ട്, ഇൻട്രാവീനസ്ലി ചെയ്യാറുണ്ട്, ഇൻട്രാമസ്കുലർലി ചെയ്യാറുണ്ട്. ഇനി ചോയ്സ് സിയിൽ പറഞ്ഞ ആന്റി സീഷർ മെഡിക്കേഷൻസും വെറൈറ്റി ഓഫ് റൂട്ട്സ് വഴി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതായത് ഓറൽ റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യാം, റെക്ടൽ റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ഇൻസുലിൻ ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഇൻസുലിൻസ് ആണ് നമ്മൾ ഓറൽ റൂട്ട് വഴി ഒരിക്കലും പ്രിഫർ ചെയ്യാതെ എപ്പോഴും സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴി തന്നെ പ്രിഫർ ചെയ്യുന്നത്. Next question, third question. Which of the following route of administration uses a special device to turn a drug into small particles that can reach the lungs? ഏതൊരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിലാണ് നമ്മളൊരു സ്പെഷ്യൽ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിനെ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ലങ്സിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ക്യൂട്ടേനിയസ് റൂട്ട് ആണോ വരുന്നത്? അല്ലല്ലേ, കാരണം ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറഞ്ഞാൽ സ്കിന്ന് വഴി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി നെയ്സൽ റൂട്ട് ആണോ? നെയ്സൽ റൂട്ടും വരില്ല, കാരണം നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരുന്നു അവിടെ ആ ഒരു പാർട്ടിക്കിൾസിന്റെ സൈസ് നമ്മൾ എന്താക്കുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട്. പക്ഷെ നെയ്സൽ റൂട്ടിൽ എന്താണ്, ലങ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്കിൾ സൈസ് ചെറുതാക്കുന്നില്ല അല്ലെ. നെബുലൈസേഷൻ റൂട്ടാണ് ആൻസർ വരുന്നത്. കാരണം നെബുലൈസേഷൻ റൂട്ടിൽ നമ്മൾ ഒരു നെബുലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ പാർട്ടിക്കിൾ സൈസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് എയറോസോൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെബുലൈസേഷൻ റൂട്ട് വഴി ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ട്രാൻസ്ഡെർമൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കിന്നിന്റെ തൊട്ട് താഴെ അല്ലെ, സ്കിന്നിന്റെ നേരെ താഴെ ആയിരിക്കും നമ്മളുടെ ട്രാൻസ്ഡെർമൽ റൂട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്, നെബുലൈസേഷൻ റൂട്ടാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A rectal suppository is used to treat a fever. നമുക്ക് rectal suppositories നമ്മൾ ഫീവർ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. This would represent what type of drug delivery? ഇങ്ങനെ rectal suppositories നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഏത് ടൈപ്പ് ഡ്രഗ് ഡെലിവറി ആണ് വരുന്നത്? ഓക്കെ, അവിടെ നമ്മൾ റെക്ടൽ സപ്പോസിറ്ററീസ് നമുക്കറിയാം അല്ലെ, പാരസിറ്റമോൾ സപ്പോസിറ്ററീസ് ഒക്കെ നമ്മൾ ഫീവറിന് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊരു ടൈപ്പ് ഡ്രഗ് ഡെലിവറി ആണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പേരൻട്രൽ ആൻഡ് ലോക്കൽ ആണോ, പേരൻട്രൽ ആൻഡ് സിസ്റ്റമിക് ആണോ, എന്ററൽ ആൻഡ് ലോക്കൽ ആണോ, എന്ററൽ ആൻഡ് സിസ്റ്റമിക് ആണോ വരുന്നത്? അപ്പൊ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്ററൽ റൂട്ട് എന്താണ് അല്ലെങ്കിൽ പേരൻട്രൽ റൂട്ട് എന്താണ് എന്ന് അറിയണം അല്ലെ. അതുപോലെ തന്നെ ലോക്കലും സിസ്റ്റമിക്കും അറിയണം. എന്താണ് എന്ററൽ റൂട്ട് എന്ന് പറഞ്ഞാല്? എന്ററൽ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ GI ട്രാക്ട് വഴി ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്ററൽ റൂട്ട് വഴി പറയുന്നത്. അപ്പൊ അതറിയണമെങ്കിൽ GI ട്രാക്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്ത് മുതൽ ഏനസ് വരെയാണ് അല്ലെ നമ്മുടെ GI ട്രാക്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോസിറ്ററീസ് എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? റെക്ടം വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. റെക്ടം GI ട്രാക്ടിന്റെ ഒരു പാർട്ട് തന്നെയാണ്. സോ നമുക്ക് എന്തു പറയാം, ഇത് എന്ററൽ റൂട്ട് ആണെന്ന് പറയാം. ഓക്കെ, എന്ററൽ ആണെന്ന് കൺഫേം ചെയ്തു. ഇനി പേരൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ററൽ അല്ലാതെ വരുന്ന എല്ലാം തന്നെ നമുക്ക് പേരൻട്രലിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സപ്പോസിറ്ററീസ് ഒരിക്കലും ഒരു പേരൻട്രൽ അല്ല. ഇനി ലോക്കൽ ആണോ സിസ്റ്റമിക് ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഇതിന് ആക്ഷൻ വരുന്നത് ബ്ലഡിലേക്ക് റീച്ച് ചെയ്തിട്ടാണല്ലേ ആക്ഷൻ വരുന്നത്. സോ ഇതെന്തായിരിക്കണം, സിസ്റ്റമിക് ആയിരിക്കണം. ലോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ മാത്രമാണ് എഫക്ട് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ലോക്കൽ പറയുന്നത്. സിസ്റ്റമിക് പറയുന്നത് എപ്പോഴാണ്? ആ ഒരു ബ്ലഡ് സർക്കുലേഷനിലേക്ക് റീച്ച് ചെയ്യുമ്പോഴാണ് അവിടെ സിസ്റ്റമിക് വരുന്നത്. സോ ആൻസർ ഏത് വരും? എന്ററൽ ആൻഡ് സിസ്റ്റമിക് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് എന്ററൽ ആൻഡ് സിസ്റ്റമിക് ആണ്. നെക്സ്റ്റ് നമുക്ക് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻസ് നോക്കിയാൽ ഇന്ററൽ റൂട്ട്, പേരൻട്രൽ റൂട്ട്, ടോപ്പിക്കൽ, ലോക്കൽ റൂട്ട് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ എന്ററൽ റൂട്ടിൽ വരുന്നത് നമ്മൾ പറഞ്ഞു GI ട്രാക്റ്റിൽ റീച്ച് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. അപ്പം ഓറൽ റൂട്ട് ഉണ്ട്, സബ് ലിംഗ്വൽ റൂട്ട് ഉണ്ട്, ബക്കൽ റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ റെക്ടൽ റൂട്ടുകളും ഉണ്ട്. ഇനി പേരൻട്രലിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രാഡെർമല്, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേരൻട്രൽ റൂട്ട്സ് പഠിക്കുന്നതാണ് അല്ലെ. അതെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇനി ടോപ്പിക്കൽ, ലോക്കൽ റൂട്ടുകൾ, അതായത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ മാത്രം ആക്ഷൻ വരുന്നതിന് എക്സാമ്പിൾസ് ആണ് ക്രീമും, ലോഷൻസ്, ഓയിൻമെന്റ്സ്, ജെൽസ്, ഇറിഗേഷൻസ് ആൻഡ് ഇൻഹലേഷൻസ്. ഓക്കെ, then moving to the next question. Question number 5.
Which one of the following is not a common dosage form for fentanyl? അപ്പോൾ ഫെന്റനൈലിൽ ഒരു കോമൺ ഫെന്റനൈൽ നമ്മൾ ഈ ഒരു ഫോമിൽ എന്ത് ചെയ്യാറില്ല, ഫോമുലേറ്റ് ചെയ്യാറില്ല അല്ലെ. ഫെന്റനൈലിന്റെ ഒരു കോമൺ ഡോസേജ് ഫോം അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വേപ്രൈസർ ആണോ, ലോലിപോപ്പ് ആണോ, ട്രാൻസ്ഡെർമൽ പാച്ച് ആണോ, IV ഇൻഫ്യൂഷൻ ആണോ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വേപ്രൈസർ ആണ് ആൻസർ വരുന്നത്. കാരണം ഫെന്റനൈൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് വോളറ്റൈൽ അല്ലെ, ഒരു വോളറ്റൈൽ നേച്ചർ ഉള്ള സബ്സ്റ്റൻസ് അല്ല ഫെന്റനൈൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ വേപ്രൈസർ ആക്കാനായിട്ട് പറ്റില്ല. ഫെന്റനൈൽ ഏത് ഗ്രൂപ്പ് മെഡിസിൻസ് ആണ്? ഫെന്റനൈൽ എന്ന് പറയുമ്പോൾ ഒപ്പിയോയിഡ് അനാൽജസിക്സ് ആണ് കേട്ടോ. പെയിൻ റിലീവിംഗ് മെഡിസിൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒപ്പിയോയിഡ് അനാൽജസിക്സ് ആണ്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണ് ആക്ട് ചെയ്യുന്നത് ടു റിലീവ് പെയിൻ. അതുപോലെ തന്നെ ഫെന്റനൈൽ നമ്മൾ സെഡേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then next question number 6, essential drugs are. എന്താണ് എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റുകളെ കുറിച്ചൊക്കെ ഡയറക്റ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? ലൈഫ് സേവിങ് ഡ്രഗ്സുകളാണോ, drugs that meet the priority healthcare needs of the population. പോപ്പുലേഷന്റെ ആ ഒരു പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡ്രഗ്സുകളാണോ, അതോ the drug that must be present in the emergency bag of a doctor അല്ലെ, ഒരു ഡോക്ടറിന്റെ എമർജൻസി ബാഗിലുള്ള ഡ്രഗ്സുകളാണോ, അതോ നമ്മുടെ കൺട്രിയുടെ ഫാർമക്കോപ്പിയ ലിസ്റ്റിലുള്ള ഡ്രഗ്സുകളാണോ? ഏതാണ് എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. The drugs that meet the priority healthcare needs of the populations ആണ്. നമ്മുടെ ആ ഒരു പോപ്പുലേഷൻസിന്റെ പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. The WHO defined essential medicines as those that satisfy the priority healthcare needs of the population. Then ഇത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അതിന്റെ എഫിക്കസി, അതിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഇതെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ എസെൻഷ്യൽ മെഡിസിൻസ് തയ്യാറാക്കുന്നത്. Then next question, the first WHO EDL was published in. EDL എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ആണ്. ഓക്കെ, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ്. അപ്പൊ ഫസ്റ്റ് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് WHO പബ്ലിഷ് ചെയ്തത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1975. 1975 ഫസ്റ്റ് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് WHO. ഈ ഒരു എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഏകദേശം 220 മെഡിസിൻസും വാക്സിൻസും ആയിരുന്നു ആദ്യമായിട്ടുള്ളത്. ഈ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നുണ്ട്. WHO എക്സ്പെർട്ട് കമ്മിറ്റീസ് ഇത് എവറി 2 years എന്ത് ചെയ്യുന്നുണ്ട്, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് റിവൈസ് ചെയ്യുന്നുണ്ട്. Then next question, what do you call the type of drugs that mimic the natural messenger by switching on the receptor? Then receptors ഉണ്ട് അല്ലെ, ഈ ഒരു റിസപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ സ്പെസിഫിക് റിസപ്റ്റേഴ്സ്, ബോഡിയിലുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് നാച്ചുറൽ മെസ്സഞ്ചറിന്റെ അതേ ആക്ഷൻ കാണിക്കുന്ന ഡ്രഗ്സുകൾക്ക് പറയുന്ന അല്ലെങ്കിൽ അതേ ആക്ഷൻ കാണിക്കുന്നത് ആരാണ്? ആന്റി ഡിപ്രസൻസ് ആണോ, ഡിപ്രസൻസ് ആണോ, അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്? ഏതാണ് ആൻസർ വരുന്നത്? നമ്മുടെ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ നാച്ചുറൽ മെസ്സഞ്ചർ ആരാണോ അതിന്റെ തന്നെ ആക്ഷൻ കാണിക്കുന്നവരെയാണ് നമ്മൾ അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അഗോണിസ്റ്റുകൾ. എന്താണ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അഗോണിസ്റ്റ് ആർ എ ടൈപ്പ് ഓഫ് ഡ്രഗ് ദാറ്റ് ബൈൻഡ് ടു ആൻഡ് ആക്ടിവേറ്റ് എ റിസപ്റ്റർ ഇൻ ദ ബോഡി, producing a biological response that is similar to the response produced by the body's natural messenger for that receptor. അപ്പൊ ആ ഒരു റിസപ്റ്ററിന്റെ നാച്ചുറൽ മെസ്സഞ്ചർ ആരാണോ അതിന്റെ സെയിം ബയോളജിക്കൽ റെസ്പോൺസ് കാണിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അഗോണിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഈ അഗോണിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റഗോണിസ്റ്റ്. ആന്റഗോണിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് നാച്ചുറൽ മെസ്സഞ്ചറിന്റെ ആക്ഷൻ എന്തായിരുന്നു അവയുടെ എഫക്റ്റിനെ അവര് ബ്ലോക്ക് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അഗോണിസ്റ്റുകളുടെ എഫക്റ്റിനെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. അവയാണ് നമ്മൾ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. Then next question,
The type of agonist capable of binding to the receptor and producing a greater maximal response than endogenous agonist. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന അഗോണിസ്റ്റിന്റെ ടൈപ്പിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏതൊരു ടൈപ്പ് അഗോണിസ്റ്റുകളാണ് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ എൻഡോജീനസ് അഗോണിസ്റ്റിന്റെ മാക്സിമം റെസ്പോൺസ് കാണിക്കുന്നവ. ഓക്കെ, അതിലെ ആ ഒരു നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആരായിരുന്നോ അവരുടെ മാക്സിമം റെസ്പോൺസ് കാണിക്കുന്ന അഗോണിസ്റ്റുകൾ ഏതൊരു ടൈപ്പാണ്? എൻഡോജീനസ് അഗോണിസ്റ്റ് ആണോ, ഫുൾ അഗോണിസ്റ്റ് ആണോ, സൂപ്പർ അഗോണിസ്റ്റ് ആണോ, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണോ? ആൻസർ വരുന്നത് സൂപ്പർ അഗോണിസ്റ്റ് ആണ്. അതായത് ഒരു ഗ്രേറ്റർ മാക്സിമം റെസ്പോൺസ് കാണിക്കുന്ന, മാക്സിമം റെസ്പോൺസിനെക്കാളിലും കൂടുതൽ ആ ഒരു നാച്ചുറൽ മെസ്സഞ്ചറിന്റെ റെസ്പോൺസിനെക്കാളും കൂടുതൽ കാണിക്കുന്നവയാണ് നമ്മൾ സൂപ്പർ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് അഗോണിസ്റ്റ് എൻഡോജീനസ് അഗോണിസ്റ്റ് ഉണ്ട്, സൂപ്പർ അഗോണിസ്റ്റ് ഉണ്ട്, ഫുൾ അഗോണിസ്റ്റ് ഉണ്ട്, പാർഷ്യൽ അഗോണിസ്റ്റ് ഉണ്ട്, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഉണ്ട്, ഇറിവേഴ്സിബിൾ അഗോണിസ്റ്റ് ഉണ്ട്. എന്താണ് എൻഡോജീനസ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാലും? എൻഡോജീനസ് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ നാച്ചുറലി പ്രസന്റ് ഇൻ ദ ബോഡി ആൻഡ് ബൈൻഡ് ടു ആൻഡ് ആക്ടിവേറ്റ് ദ റിസപ്റ്റർ. അല്ലെ, നമ്മുടെ ബോഡിയിൽ തന്നെ പ്രസന്റ് ആയിരിക്കുന്ന, നാച്ചുറലി പ്രസന്റ് ആയിരിക്കുന്ന സബ്സ്റ്റൻസുകളാണ് എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സൂപ്പർ അഗോണിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എൻഡോജീനസ് അഗോണിസ്റ്റുകളുടെ റെസ്പോൺസിനെക്കാളിലും കൂടുതൽ ആ ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് നമ്മൾ സൂപ്പർ അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഫുൾ അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? The ligand that increase the activity of the receptor and produce the maximum response. അവിടെ മാക്സിമം റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എൻഡോജീനസ് സബ്സ്റ്റൻസ് കാണിച്ചിരുന്ന എത്ര ആക്ഷൻ ആണോ അത്രയും തന്നെ ആ ഒരു കംപ്ലീറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ ഫുൾ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും മേലെയായിരുന്നെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് സൂപ്പർ അഗോണിസ്റ്റ്. ഇനി പാർഷ്യൽ അഗോണിസ്റ്റ് ഉണ്ട് അല്ലെ. These ligands partially increase the activity of a receptor but do not produce the maximum response. അപ്പോൾ പാർഷ്യൽ അഗോണിസ്റ്റുകളുടെ പ്രത്യേകത എന്താണ്? അവ മാക്സിമം റെസ്പോൺസ് കാണിക്കുന്നില്ല അല്ലെ. സെയിം ആക്ഷൻ ആണ് കാണിക്കുന്നത്, പക്ഷെ നമ്മുടെ ഫുൾ അഗോണിസ്റ്റിന്റെ അത്രയും റെസ്പോൺസ് കാണിക്കാത്തവയാണ് നമ്മൾ പാർഷ്യൽ അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളൂടെ നോക്കി പോവാ. പാർഷ്യൽ അഗോണിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ബുസ്പിറോൺ. ഇറ്റ് ഈസ് ആൻ ആൻസിയോലൈറ്റിക് ഡ്രഗ്സ് which is used to treat anxiety disorders. Okay, this is all about type of agonistകൾ. Then inverse agonist ഉണ്ട്. Inverse agonist എന്താണ് ചെയ്യുന്നത്? The ligands which decrease the activity of an active receptors to their inactivate state അല്ലെ. അതിന്റെ ആ ഒരു ആക്ടിവിറ്റി കുറയ്ക്കുന്നവയാണ് ഇൻവേഴ്സ് അഗോണിസ്റ്റുകൾ. അവ ഇൻവേഴ്സ് അഗോണിസ്റ്റുകൾ തന്നെയാണ് ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, then irreversible അഗോണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ നമ്മുടെ റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യുകയും അവയെ എന്ത് ചെയ്യുന്നു? ആൻഡ് ആക്ടിവേറ്റ് ദ റിസപ്റ്റർ ബട്ട് ദ ബൈൻഡിങ് ഈസ് പെർമനന്റ്. ഈ ഒരു ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്. പിന്നെ ആ ഒരു റിസപ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ തമ്മിലുള്ള ആ ഒരു ബൈൻഡിങ്, അഗോണിസ്റ്റുമായിട്ടുള്ള ബൈൻഡിങ് മാറ്റാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് ഒരു അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിസപ്റ്റർ അവിടെ ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the next question, of the following select the incorrect statement regarding antagonist. അപ്പോൾ താഴെ പറയുന്നതിൽ അന്തഗോണിസ്റ്റിൽ തെറ്റായ കാര്യം ഏതാണ്? They bind to receptor but do not activate the receptors. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. Then next, antagonist block receptor activation by agonist. അന്തഗോണിസ്റ്റുകള് നമ്മുടെ അഗോണിസ്റ്റുകളുടെ ആക്ടിവേഷൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ ആ ഒരു റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നു. അത് കറക്റ്റ് ആണ് അല്ലെ. they are site selective. അതെ, സൈറ്റ് സെലക്റ്റീവ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസപ്റ്ററിലായിരിക്കും ഇവർ പോയി ബൈൻഡ് ചെയ്യുന്നത്. സൈറ്റ് സെലക്റ്റീവ് ആയിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. Then ഫൈനൽ നോക്കിക്കുക, antagonist do not possess affinity. അതൊരു ശരിയാണോ? അല്ല, അന്റഗോണിസ്റ്റുകൾക്ക് അഫിനിറ്റി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു അന്റഗോണിസ്റ്റിന് റിസപ്റ്ററിനോട് അഫിനിറ്റി ഉള്ളത് കൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, അവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്. പക്ഷെ ആക്ഷൻ അവിടെ റിവേഴ്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. സോ ലാസ്റ്റ് ഓപ്ഷൻ ആണ് അവിടെ റോങ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അന്റഗോണിസ്റ്റ് ഡു നോട്ട് പൊസസ് അഫിനിറ്റി അല്ല, അന്റഗോണിസ്റ്റ് പൊസസ് അഫിനിറ്റി എന്നാണ് ശരിക്കും വരേണ്ടത്.
അപ്പൊ നമുക്ക് antagonist എന്താന്ന് നോക്കാം. They are derived from Latin and Greek word competitor or opponent അല്ലെ. antagonist എന്ന് പറയുന്ന വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്? കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ opponent. They oppose the action of agonist and block the reception. ആ ഒരു റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുകയും അഗോണിസ്റ്റുകളുടെ ആക്ഷനെ അവർ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Ligands that block agonist mediated responses are called antagonists. And antagonists bind to receptors but do not activate them. Antagonistകൾ റിസപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ they possess affinity but lack efficacy. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുക. അതിന് അഫിനിറ്റി ഉണ്ടല്ലേ, റിസപ്റ്ററിൽ അഫിനിറ്റി ഉള്ളത് കൊണ്ടാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്, പക്ഷെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈറ്റ് സെലക്റ്റീവ് ആണ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ കൺഫോർമേഷൻ മിമിക് ദ നാച്ചുറൽ ലിഗാൻഡ് അല്ലെ. നാച്ചുറൽ ലിഗാൻഡിനോട് ചിലപ്പോൾ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളതുണ്ടായിരിക്കും. പിന്നെ എന്താണ്? റെഡ്യൂസസ് ദ റെസ്പോൺസ്, ആ ഒരു റെസ്പോൺസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എഫക്റ്റ് ടെമ്പററി ആവാം അല്ലെങ്കിൽ പെർമനന്റ് ആവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the receptors in which agonists are not occupied is called. ഇനി ഡിഫറെന്റ് ടൈപ്സ് റിസപ്റ്റേഴ്സ് ആണ് പറയുന്നത്. റിസപ്റ്റേഴ്സിൽ അഗോണിസ്റ്റുകൾ ഇല്ലാത്ത റിസപ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അഗോണിസ്റ്റ് വന്ന് ബൈൻഡ് ചെയ്യാത്ത റിസപ്റ്റേഴ്സിന് പറയുന്ന പേരെന്താണ്? സൈലന്റ് റിസപ്റ്റേഴ്സ് ആണോ, സ്പെയർ റിസപ്റ്റേഴ്സ് ആണോ, ലിഗാൻസുകളാണോ, കോമ്പറ്റേറ്റീവ് അന്റഗോണിസം ആണോ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്പെയർ റിസപ്റ്റേഴ്സ് ആണ്. അതായത് റിസപ്റ്റേഴ്സിലേക്ക് നമ്മുടെ അഗോണിസ്റ്റുകൾ വന്ന് ബൈൻഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന റിസപ്റ്റേഴ്സ്. ഇപ്പൊ റിസപ്റ്റേഴ്സ് ഒരുപാട് നമ്പേഴ്സ് കാണും അല്ലെ. അപ്പൊ അതിൽ തന്നെ നമ്മുടെ നമ്പർ ഓഫ് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് അഗോണിസ്റ്റുകൾ വന്ന് ബൈൻഡ് ചെയ്യുന്ന അല്ലാതെ എക്സ്ട്രാ നിൽക്കുന്ന റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ സ്പെയർ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The concentration of agonist producing a maximum response may not result in the occupancy of all the receptors. These left out receptors are said to be spare receptors. ഇനി എന്താണ് സൈലന്റ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ റിസപ്റ്റേഴ്സിൽ നമ്മുടെ അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ബട്ട് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ റെസ്പോൺസ് അല്ലെ. അവർ ഒരു തരത്തിലുള്ള റെസ്പോൺസ് എന്തുണ്ടാവില്ല, അവിടെ കാണില്ല. അതിനെയാണ് നമ്മൾ സൈലന്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സൈലന്റ് റിസപ്റ്റേഴ്സ് ആണ് നമ്മൾ ടോളറൻസ് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ. എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ? ടോളറൻസ് അതായത് നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ ഒരു ക്രോണിക് യൂസ് വരുന്ന സമയത്ത്, ഡ്രഗ്സ് ക്രോണിക് ആയിട്ട് കുറേ അധികം ടൈം പീരീഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഈ ഒരു ടോളറൻസ് അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡ്രഗിനോട് റെസ്പോണ്ട് ചെയ്യാത്തത്. അപ്പൊ ആ ഒരു റിസപ്റ്റേഴ്സിനെ നമുക്ക് സൈലന്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയാം. Next question, the progressive decrease in response to a given dose after repetitive administration of a pharmacological active substance is called. അപ്പോ എന്താണ് നമ്മൾ ഒരു ഗിവൺ ഡോസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസിന് അവിടെ റെസ്പോൺസ് കുറയുന്നു. ഈ ഒരു കണ്ടീഷൻ ഏതാണ് അല്ലെ? ഡ്രഗ് ഡിപ്പെൻഡൻസ്, ടാക്കിഫിലാക്സിസ്, ഇഡിയോസിൻക്രസി, ടോളറൻസ്. ആൻസർ ഏതാണ് വരുന്നത്? ടാക്കിഫിലാക്സിസ് ആണ് വരുന്നത്. റെപ്പറ്റേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം ആണ് ടാക്കിഫിലാക്സിസ്. അപ്പൊ ഓരോ ടേംസും നമുക്ക് നോക്കാം. അഡിക്ഷൻ, എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാല്? It is defined as the progressive chronic use of a substance that causes the user to continue to use it despite serious health and social consequences. അപ്പൊ ഒരു ഡ്രഗിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രോണിക് യൂസ് മൂലം ആ ഒരു പേഴ്സണ് എന്താണ് അതില്ലാണ്ട് വയ്യാതായി അല്ലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ അതിൽ അഡിക്റ്റഡ് ആയിപ്പോയി. ഇതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഹയർ ഡോസ് യൂസ് ചെയ്ത് അവസാനം നമുക്ക് വേണ്ട ഒരു ആക്ഷൻ അല്ലെ, ആ ഒരു തെറാപ്യൂട്ടിക് ഡോസിൽ നമുക്ക് ഒപ്റ്റിമം റെസ്പോൺസ് കിട്ടാത്ത കണ്ടീഷനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസും ടാക്കിഫിലാക്സിസും ഏകദേശം സിമിലർ ആണ്, പക്ഷെ ഡെഫിനേഷൻ വരുമ്പോൾ അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ടോളറൻസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ ഈ ഒരു ടോളറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡോസ് തെറാപ്യൂട്ടിക് ഡോസിൽ അവിടെ ആക്ട് ചെയ്യത്തില്ല. നമുക്ക് എപ്പോഴും ഹയർ ഡോസ് പ്രിഫർ ചെയ്യേണ്ടതായിട്ട്
വരുന്നുണ്ട്. ഇനി ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്രോണിക് പ്രോഗ്രസീവ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിഗ്നിഫിക്കന്റ് ഇമ്പയർമെന്റ് ദാറ്റ് ഈസ് directly associated with the persistent and excessive use of a psychoactive substance. അപ്പോൾ ഒരു എക്സസീവ് ആയിട്ടുള്ള യൂസ് മൂലം അല്ലെ, സൈക്കോആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ എക്സസീവ് യൂസ് മൂലം നമുക്ക് ഉണ്ടാവുന്ന ഇമ്പയർമെന്റിനെയാണ് നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ ടാക്കിഫിലാക്സിസ് അല്ലെ, ടാക്കിഫിലാക്സിസും എന്ത് തന്നെയാണ്? ടോളറൻസിനോട് സിമിലർ ആണ്. ദ അപ്പിയറൻസ് ഓഫ് എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ റെസ്പോൺസ്, നമ്മുടെ ആ ഒരു ഗിവൺ ഡോസിലേക്കുള്ള കിട്ടിക്കൊണ്ടിരുന്ന റെസ്പോൺസിൽ നിന്ന് എന്ത് വരുന്നു? അവിടെ ആ ഒരു റെസ്പോൺസ് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ ടാക്കിഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇഡിയോസിൻക്രസി. ഇഡിയോസിൻക്രസി എന്താണ്? ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനോ ടൈപ്പുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇഡിയോസിൻക്രസി പറയുന്നത്. അതായത് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഡ്രഗ് അലർജി അല്ലെ, നമുക്ക് ഒരു ടൈപ്പ് അലർജി ആണെന്ന് പറയാം. അതായത് എല്ലാവരിലും കാണിക്കില്ല, ഒരു സ്പെഷ്യൽ ജീനോടൈപ്പ് ഉള്ളവരിൽ മാത്രം ചില ഡ്രഗ്സിനോട് ആ ഒരു ഡ്രഗ്സിന്റെ ADRൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും റിയാക്ഷൻസ് കാണിക്കുക. അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി എല്ലാ പീപ്പിൾസിനും അത് കാണില്ല, ഒരു സ്പെഷ്യൽ ജീനോടൈപ്പ് ഉള്ളവർക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുക. Then next question, anaphylactic allergy falls under which of the following type of hypersensitivity? അപ്പോൾ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഹൈപ്പർസെൻസിറ്റിവിറ്റി ഉണ്ട് അല്ലെ, ഒരു 5 ടൈപ്പ് ഹൈപ്പർസെൻസിറ്റിവിറ്റി ഉണ്ട്. അതിൽ ഏതാണ് അനാഫിലാക്റ്റിക് അലർജി വരുന്നത്? ടൈപ്പ് 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ആൻസർ വരുന്നത് ടൈപ്പ് 1 ആണ്. അനാഫിലാക്റ്റിക് അലർജി ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ടൈപ്പ് 1 ഹൈപ്പർസെൻസിറ്റിവിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് 4 ടൈപ്പ് ആണ്, ടൈപ്പ് 1, 2, 3 ആൻഡ് 4. ഇതിൽ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം ടൈപ്പ് 1ഉം 2ഉം 3ഉം ഇത് മൂന്നും എന്താണ്? ആന്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസസ് ആണ് കേട്ടോ. ആന്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസസ് ആണ് ഇത് മൂന്നും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും റിയാക്ഷൻസ് കാണിക്കുന്നത്. അതായത് ഒരു അലർജൻസ് വന്നു, അതിന് 24 hours തന്നെ റിയാക്ഷൻസ് കാണിക്കുന്നു. ഇത് ടൈപ്പ് 1 നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അനാഫിലാക്റ്റിക് റിയാക്ഷൻസ്. ഇത് മീഡിയേറ്റ് ചെയ്യുന്നത് IgE ആന്റിബോഡീസ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആർട്ടിക്കേരിയ, ആൻജിയോ എഡിമ, ബ്രോങ്കോസ്പാസം, റിനിറ്റിസ്, അനാഫിലാക്റ്റിക് ഷോക്കുകൾ. അപ്പൊ അനാഫിലാക്റ്റിക് ഷോക്ക് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് അല്ലെ. Then type 2 cytotoxic reactions, ഇത് മീഡിയേറ്റ് ചെയ്യുന്നതും ആന്റിബോഡീസ് തന്നെയാണ്. എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഗ്രാനുലോസൈറ്റോസിസ്, അപ്ലാസ്റ്റിക് അനീമിയ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റിസ്. ഓരോ എക്സാമ്പിൾസും ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. Then type 3 mediated by IgM and IgM antibodies. Then ഇതിന് എക്സാമ്പിൾ വരുന്ന ഏതാണ്? സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, സെറം സിക്നസും ആണ് എക്സാമ്പിൾ വരുന്നത്. Type 4 occur after 24 hours of exposure അല്ലെ. അപ്പൊ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ ഒരു ഡിലേഡ് റെസ്പോൺസ് എന്ന് നമുക്ക് പറയാം. അതായത് 24 hours ശേഷമായിരിക്കും ഈ ഒരു റെസ്പോൺസ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ടൈപ്പ് 4 എക്സാമ്പിൾ ആണ്. ഓക്കെ, the next question, which of the following is not a pharmacokinetic process? ഇതിൽ pharmacokinetic process അല്ലാത്തത് ഏതാണ്? ബയോഅവൈലബിലിറ്റി, എക്സ്ക്രീഷൻ, മെറ്റബോളിസം ആൻഡ് റിസപ്റ്റർ ബൈൻഡിങ്. ഏതായിരിക്കും ഫാർമക്കോകൈനറ്റിക് പ്രോസസ് അല്ലാത്തത്? അപ്പൊ എന്താണ് ഫാർമക്കോകൈനറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദ ബോഡി ടു ദ ഡ്രഗ് അല്ലെ. നമ്മുടെ ബോഡിയിൽ ഡ്രഗിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ ഫാർമക്കോകൈനറ്റിക് എന്ന് പറയുന്നത്. ഇനി ഫാർമക്കോ ഡൈനാമിക് എന്താണ്? നമ്മുടെ ബോഡിയിൽ ഡ്രഗ് എന്താണോ ചെയ്യുന്നത്, എന്താണോ ഡ്രഗിന്റെ ആക്ഷൻ, അതാണ് നമ്മുടെ ഫാർമക്കോ ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പൊ ഫാർമക്കോകൈനറ്റിക്കില് ഡ്രഗിന് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് ADME. A for absorption, D for distribution, M for metabolism and E for excretion. അപ്പൊ ഇതിൽ ബയോഅവൈലബിലിറ്റി എന്തിനോട് റിലേറ്റഡ് ആണ്? അബ്സോർപ്ഷനോട് റിലേറ്റഡ് ആണ്. ദെൻ എക്സ്ക്രീഷൻ അല്ലെ, ബോഡിയിൽ നിന്ന് റിമൂവ് ആയി പോകുന്ന പ്രോസസ്സ്. മെറ്റബോളിസം, അതിന് കൺവേർഷൻ നടക്കുന്നത്. അത് മൂന്നും എന്ത് തന്നെയാണ്? ഫാർമക്കോകൈനറ്റിക് പ്രോസസ് ആണ്. അല്ലാത്തത് ഏതാണ് വരുന്നത്? റിസപ്റ്റർ ബൈൻഡിങ് ആണ് ഫാർമക്കോകൈനറ്റിക് പ്രോസസ് അല്ലാത്തത് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, റിസപ്റ്റർ ബൈൻഡിങ് ആണ് ആൻസർ വരുന്നത്. The receptor binding is a pharmacodynamic process അല്ലെ. ഇതൊരു pharmacodynamic process ആണ്. എന്താണ് pharmacodynamic എന്ന് പറഞ്ഞാൽ
what a drug does to the body. നമ്മുടെ ഡ്രഗ് ബോഡിയിൽ എന്താണോ ചെയ്യുന്നത് അതിനെ നമുക്ക് ഫാർമക്കോഡൈനാമിക്സ് എന്ന് പറയാം. ഇതില് റിസപ്റ്റർ ബൈൻഡിങ് വരുന്നുണ്ട്, അതുപോലെ ഫോട്ടോ റിസപ്റ്റർ എഫക്റ്റുകൾ വരുന്നുണ്ട്, കെമിക്കൽ ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. Okay. Then next question, which of the following formulas defines bioavailability? ഇതിൽ ഏത് ഫോർമുലയാണ് നമുക്ക് ബയോ അവൈലബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ എന്താണ് ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ the rate and extent of the rate at which the drug which reaches the systemic circulation in unchanged form, അല്ലെ ആ ഒരു അൺചേഞ്ച്ഡ് ഫോമിൽ തന്നെ നമ്മുടെ ഡ്രഗ് ബ്ലഡിലേക്ക് റീച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്താൽ ആൻസർ ഏതാണ് വരുന്നത്? എമൗണ്ട് ഓഫ് ഡ്രഗ് അബ്സോർബ്ഡ് ബൈ ഡ്രഗ് ഡോസ്, plasma concentration of unbound drug by total plasma drug concentration, amount of drug in body divided by plasma drug concentration, rate of drug elimination divided by plasma drug concentration. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എമൗണ്ട് ഓഫ് ഡ്രഗ് അബ്സോർബ്ഡ് ബൈ ഡ്രഗ് ഡോസ് ആണ് ബയോ അവൈലബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ബയോ അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡ്രഗ് അബ്സോർബ്ഡ് ബൈ ഡ്രഗ് ഡോസ്. ഓക്കെ, ഡിവൈഡ് ആണ് വരുന്നത്. Then unbound fraction എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് അൺബൗണ്ട് ഡ്രഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഓപ്ഷൻ ബി പറഞ്ഞത് അൺബൗണ്ട് ഫ്രാക്ഷൻ ആണ്. ഇനി ഓപ്ഷൻ സിയിൽ പറഞ്ഞത് എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ബോഡി ഡിവൈഡഡ് ബൈ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ആയിരുന്നു. ഇവിടെയും ഡിവൈഡ് ആണ്. Amount of drug in body divided by plasma drug concentration എന്തായിരുന്നു? It is called apparent volume of distribution. ഇത് നമ്മൾ ബയോഫാർമസ്യൂട്ടിക്സിലും പറയുന്നുണ്ട്, VD അല്ലെ, apparent volume of distribution which is called amount of drug in body divided by plasma drug concentration. ഇനി ക്ലിയറൻസിന് വരുന്ന ഇക്വേഷൻ ആണ് rate of drug elimination divided by plasma drug concentration. Okay, അപ്പോൾ ബയോ അവൈലബിലിറ്റി, അൺബൗണ്ട് ഫ്രാക്ഷൻസ്, apparent volume of distribution, ക്ലിയറൻസ്, 4 ഇക്വേഷൻസ് അവിടെ പറയുന്നുണ്ട്. Okay, next question. Which of the following terms describe the application of pharmacokinetic principles to individualize pharmacotherapy? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ ഏത് പ്രോസസ്സിനെയാണ് നമ്മൾ ഫാർമക്കോതെറാപ്പി ഇൻഡിവിജ്വലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടേമിന് പറയുന്ന പേരെന്താണ്, അല്ലെ? അപ്പോൾ നമുക്ക് ഫാർമക്കോതെറാപ്പി അല്ലെങ്കിൽ ഒരു ഡോസ് ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഡ്രഗ് ഇൻഡിവിജ്വലൈസേഷൻ, ഇൻഡിവിജ്വൽ ഫാക്ടർ മോണിറ്ററിംഗ്, പേഷ്യന്റ് ഫാക്ടർ മോണിറ്ററിംഗ്, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്, അല്ലെ? അതായത് ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ നോക്കുക. അപ്പൊ അങ്ങനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് അതിനെ എന്തിനോട് റിലേറ്റ് ചെയ്യുക? ഫാർമക്കോളജിക്കൽ റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡ്രഗും അതായത് ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് എത്ര കോൺസെൻട്രേഷൻ ബ്ലഡിൽ എത്തിയപ്പോഴാണ് കിട്ടിയത്, അല്ലെ? അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന് എത്ര ഡോസ് വേണമെന്ന് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. കൂടുതലും തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സുകളുണ്ട്, അല്ലെ? ഡിജിറ്റോക്സിനൊക്കെ പോലുള്ള നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സുകൾക്കാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്സ് ചെയ്യുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഫാർമക്കോകൈനറ്റിക് പ്രിൻസിപ്പിൾ ടു ഇൻഡിവിജ്വലൈസ് ഫാർമക്കോതെറാപ്പി is termed as therapeutic drug monitoring. The knowledge of pharmacokinetic principle helps prescribers adjust dosage more accurately, അല്ലെ? നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ആ ഒരു തെറാപ്യൂട്ടിക് റെജിമിൻ ഒന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. Then next question, all are microsomal enzymes except. അപ്പൊ നമ്മുടെ ബോഡിയിൽ മൈക്രോസോമൽ എൻസൈംസും ഉണ്ട്, നോൺ മൈക്രോസോമൽ എൻസൈംസും ഉണ്ട്. ഇതില് മൈക്രോസോമൽ എൻസൈംസ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മോണോ ഓക്സിജനൈസ്, സൈറ്റോക്രോം P450, എപ്പോക്സൈഡ് ഹൈഡ്രോലൈസസ്, കോൺജുഗേസസ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കോൺജുഗേസസ് ആണ്, അല്ലെ? മറ്റ് എല്ലാം തന്നെ മൈക്രോസോമൽ എൻസൈംസ് ആണ്. അപ്പോൾ ഡ്രഗ് മെറ്റബോളൈസിങ് എൻസൈംസ് രണ്ട് ടൈപ്പ് ആണ്, മൈക്രോസോമൽ എൻസൈംസും
നോൺ മൈക്രോസോമൽ എൻസൈംസും. ഈ മൈക്രോസോമൽ എൻസൈംസ് എവിടെയാണ് മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്? These are located on the smooth endoplasmic reticulum, primarily in liver, kidney, intestinal mucosa and lungs. ഇവിടെയൊക്കെയാണ് നമ്മുടെ മൈക്രോസോമൽ എൻസൈംസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി മൈക്രോസോമൽ എൻസൈംസിന് എക്സാമ്പിൾ ആണ് മോണോ ഓക്സിജനേസ്, സൈറ്റോക്രോം P450, UGTs, എപ്പോക്സൈഡ് ഹൈഡ്രോലൈസസ് ഒക്കെയാണ് മൈക്രോസോമൽ എൻസൈംസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി നോൺ മൈക്രോസോമൽ എൻസൈംസ് എന്ന് പറയുമ്പോൾ ഇവ നമ്മുടെ ഹെപ്പാറ്റിക് സെൽസിന്റെയും അല്ലെങ്കിൽ അതർ ടിഷ്യൂസിന്റെയും മൈറ്റോകോൺഡ്രിയയിലും സൈറ്റോപ്ലാസത്തിലുമാണ് കണ്ടുവരുന്നത്. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് എസ്റ്ററൈസസ്, അമൈഡൈസസ്, ഫ്ലേവോപ്രോട്ടീൻ ഓക്സിഡൈസസ് ആൻഡ് മോസ്റ്റ് കോൺജുഗേസസ്. ഓക്കെ, ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Failure of oral contraceptives in patients taking rifampicin due to. അപ്പോൾ റിഫാംപിസിൻസ് എടുക്കുന്ന പേഷ്യൻസിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഫെയിലൂർ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എൻസൈം ഇൻഹിബിഷൻ, എൻസൈം ഇൻഡക്ഷൻ, ടോക്സിസിറ്റി, ടോളറൻസ്. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് എൻസൈം ഇൻഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈംസിനെ റിഫാംപിസിൻ എന്ത് ചെയ്യുന്നു? ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് റിഫാംപിസിന്റെ പ്രസൻസിൽ പെട്ടെന്ന് എന്തായി പോകുന്നു? ഡീഗ്രേഡ് ആയി പോകുന്നു അല്ലെ? നമ്മുടെ ബോഡിയിൽ അതിന്റെ പ്രസൻസ് കുറയുന്നു. അതുമൂലം എന്ത് സംഭവിക്കാം? ആ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ പ്രസൻസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫെയിലൂർ ഉണ്ടാവാം, അതായത് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ എന്താണ് എൻസൈം ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ the synthesis of these microsomal enzymes, mainly cytochrome P450, can be enhanced by certain drugs and environmental pollutants, and this is called as enzyme induction. അല്ലെ, ആ ഒരു മൈക്രോസോമൽ എൻസൈംസിന്റെ സിന്തസിസ് കൂട്ടുക, അവയുടെ ആക്ഷൻ എൻഹാൻസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എൻസൈം ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻസൈംസ് ഇൻഡക്ഷൻസ് അല്ലെങ്കിൽ എൻസൈം ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. GPRS, സെൽഫോൺ. അവിടെ G എന്താണ്? ഗ്രീസിയോഫെർവിൻസും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഈ എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നവയാണ്. P4 ഫെനിറ്റോയിൻ ആൻഡ് ഫിനൈൽ ബ്യൂട്ടസോൺസും എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. ദെൻ റിഫാംപിസിൻ അല്ലെ, നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ കണ്ടത് റിഫാംപിസിൻ ആണ്. ദെൻ S for സ്മോക്കിംഗ്. ദെൻ സെല്ല് C for കാർബമാസെപ്പിൻ ആൻഡ് ക്ലോറൽ ഹൈഡ്രേറ്റ്. Then for phenobarbital. Okay, ഇത്രയും ഡ്രഗ്സുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. Then next question, select the receptor that is located intracellularly. നമ്മുടെ സെല്ലിനുള്ളിൽ അല്ലെ, സെല്ലിനുള്ളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഏതാണ്? ഒപ്പിയോയിഡ് മ്യൂ റിസപ്റ്റേഴ്സ്, സ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ് ആൻഡ് ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ്. അപ്പം ഏതൊരു ടൈപ്പ് റിസപ്റ്റേഴ്സ് ആണ് ശരിക്കും സെല്ലിനുള്ളിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ സെല്ലിനുള്ളിൽ കാണപ്പെടുന്നത്? എപ്പോഴും ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ സെല്ലിനുള്ളിൽ കാണുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾ വരുന്നത്? ഓക്കെ, സ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സുകളാണ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്റ്റിറോയിഡ് റിസപ്റ്റേഴ്സ് ആണ്. Steroid receptors are example of nuclear receptors. Nuclear receptors are a class of proteins responsible for sensing steroids inde, thyroid hormones inde, vitamins inde, അതുപോലുള്ള ചില മോളിക്യൂൾസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ് എപ്പോഴും സെല്ലിനുള്ളിലായിട്ട് ഇൻട്രാസെല്ലുലർ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇവ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്പെസിഫിക് ജീൻസിന്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുവഴി ഹോമിയോസ്റ്റാസിസ്, മെറ്റബോളിസം ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. Then moving to the next question, acidic drug is more ionized. അപ്പൊ അസിഡിക് ഡ്രഗ്സുകളെ എപ്പോഴാണ് കൂടുതലും അയണൈസ് ആയിട്ട് കാണപ്പെടുന്നത് അല്ലെ? അസിഡിക് ഡ്രഗ്സുകൾ കൂടുതലും അയണൈസ് ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? ആൽക്കലൈൻ pHലാണ് ഇവ അയണൈസ് ആവുന്നത്. ഓക്കെ, അപ്പൊ അസിഡിക് ഡ്രഗ്സുകളെ എടുത്താൽ ആൽക്കലൈൻ pHലാണ് ഇവ അയണൈസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അയണൈസ് ആകുമ്പോൾ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. എപ്പോഴും അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അൺഅയണൈസ്ഡ് ഫോമിൽ ഇരിക്കണം, എന്നാൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കൂ. അപ്പൊ അസിഡിക് ഡ്രഗ്സുകൾ അൺഅയണൈസ്ഡ് ഫോമിൽ ഇരിക്കുന്നത് അസിഡിക് pHലാണ്.
അപ്പൊ മാത്രമാണ് അവയ്ക്ക് എന്തുണ്ടാവുന്നത്, മാക്സിമം അബ്സോർപ്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അസിഡിക് ഡ്രഗ് ഈസ് മോർ അയണൈസ് അറ്റ്. എപ്പോഴാണ് അസിഡിക് ഡ്രഗ് മോർ അയണൈസ് ആവുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതായത് ആൽക്കലൈൻ പി എച്ച് അല്ലെ, ആൽക്കലൈൻ പി എച്ചിലാണ് നമ്മുടെ അസിഡിക് ഡ്രഗ് മോർ അയണൈസ് ആവുന്നത്. അപ്പൊ മിനിമം അബ്സോർപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ. ഓക്കെ, അൺഅയണൈസ്ഡ് ഫോമിൽ ഇരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചാണ് ബേസിക് ഡ്രഗ്സിന്റെ കാര്യം വരുന്നത്. ബേസിക് ഡ്രഗ്സ് കൂടുതലും അയണൈസ് ആയിട്ടിരിക്കുന്നത് അസിഡിക് പി എച്ചിലാണ്. ആ ഒരു സമയത്ത് അതിന് അബ്സോർപ്ഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ഫേസ് 2 റിയാക്ഷൻസ് അല്ലെ. നമുക്ക് മെറ്റബോളിസം ഉണ്ട്, മെറ്റബോളിസത്തിൽ ഫേസ് 1 റിയാക്ഷനും ഫേസ് 2 റിയാക്ഷൻസും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് മോസ്റ്റ് കോമൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലൂക്കറനേറ്റ് കോൺജുഗേഷൻ ആണോ, അസെറ്റിലേഷൻ ആണോ, മെത്തിലേഷൻ ആണോ, സൾഫേറ്റ് കോൺജുഗേഷൻ ആണോ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്ലൂക്കറനേറ്റ് കോൺജുഗേഷൻ റിയാക്ഷൻസ് അല്ലെ. ഇനി ഫേസ് 1 റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോലൈസിസ്, സൈക്ലൈസേഷൻ ആൻഡ് ഡീസൈക്ലൈസേഷൻ. ഫേസ് 2 റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കറനേറ്റ് കോൺജുഗേഷൻ, ഗ്ലൈസിൻ കോൺജുഗേഷൻ, അസിറ്റിലേഷൻ, മെത്തിലേഷൻ, സൾഫേറ്റ് കോൺജുഗേഷൻസ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് 2 റിയാക്ഷൻ ഗ്ലൂക്കറനേഷൻ കോൺജുഗേഷൻ ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് 1 റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is the second messenger of the G protein coupled receptors? അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ G protein coupled receptors സെക്കൻഡ് മെസ്സഞ്ചറിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതാണ് ഇതില് സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, CAMP ആണ് വരുന്നത്. ഓക്കെ, CAMP ആണ് ആൻസർ വരുന്നത്. G protein coupled receptors are cell surface receptors ആണല്ലേ. ഈ ഒരു റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കുന്ന സെൽ സർഫസ് ആയിട്ടായിരിക്കും. Generally assumed to signal to second messengers such as cyclic AMP exclusively from the plasma membranes. Okay. കോമൺ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് CAMP ആണ്. അത് കൂടാതെ തന്നെ IP3 അതായത് ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്, ഡൈ അസൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ DAG, ഇവയെല്ലാം തന്നെ എന്താണ്, നമ്മുടെ G protein coupled റിസപ്റ്റേഴ്സിന്റെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. ഓക്കെ, മോസ്റ്റ് കോമൺ ആണ് CAMP, മറ്റേതൊക്കെ IP3 DAGയും ഇതേ ആക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവയെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. Then next question, noxious and unintended effect of drugs occurring in normal doses are known as. ഒരു ഡ്രഗിന്റെ നോർമൽ ഡോസിൽ തന്നെ ഉണ്ടാവുന്ന അതിന്റെ നോക്സിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഇൻറ്റഡ് ആയിട്ടുള്ള എഫക്റ്റുകളെ പറയുന്ന പേരെന്താണ്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ വരുന്നത്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ് ആൻസർ വരുന്നത്, ADR. An adverse reaction is a harmful and unintended response to a medication taken at normal dose for diagnosis, therapy or prophylaxis. ADRs can be minor, life-altering or fatal. They can occur after a single dose. Maybe single dose ന് ശേഷം വരാം, അല്ലെങ്കിൽ എന്താണ് prolonged use കൊണ്ട് വരാം, അല്ലെങ്കിൽ combining multiple drugs കൊണ്ട് വരാം. ഈ ഒരു ADR എല്ലാ ഓർഗൻ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ടിഷ്യൂസിനെയാണ് അല്ലെ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ എല്ലാ ADRലും നോസിയായും കോൺസ്റ്റിപ്പേഷനും ഡയേറിയയും ഒക്കെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ എല്ലാ ഡ്രഗ്സുകളും ഡൈജസ്റ്റീവ് ട്രാക്ട് വഴിയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നോസിയ വോമിറ്റിംഗ് ആഡ് ചെയ്യുന്നത്. The next question, acetylcholine is not a specific neurotransmitter at. ഇതിൽ എവിടെയാണ് അസെറ്റോൾകൊളൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലാത്തത്? സിമ്പത്തറ്റിക് ഗാംഗ്ലിയ, സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്സ്, പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയ, പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്സ്. എവിടെയാണ് കാണാത്തത് അസെറ്റൈൽകോളൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്സിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരിക്കലും അസെറ്റൈൽകോളിൻ അല്ല അല്ലെ. അസെറ്റൈൽകോളിൻ ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ
that transmit signals between nerve cells, muscle cells and gland cells. It's found in brain and body of many animals. എന്താണ് അസറ്റൈൽകോളിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ, അഡ്രിനാലിൻ നോറെപ്പിനെഫ്രിന്റെ റിലീസ്, അതുപോലെ തന്നെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ, ഇതൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത്. ഇനി ലൊക്കേഷൻ വരുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലോ ഗാംഗ്ലിയ ഓഫ് ദ വിസറൽ മോട്ടാർ സിസ്റ്റം ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും. ഇനി സിന്തസിസ്, അസറ്റൈൽകോളിൻ സിന്തസൈസ് ചെയ്യുന്നത് അസറ്റൈൽകോയിൻസൈൻ എ ആൻഡ് കോളിൻ ഇത് തമ്മിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ സിമ്പത്തറ്റിക് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്സിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. The next question, muscarinic receptors are located in. Muscarinic receptors ഏതൊരു ലൊക്കേഷനിലാണ് വരുന്നത്? ഓട്ടോണോമിക് ഗാംഗ്ലിയ, സ്കെലറ്റൽ മസിൽ ന്യൂറോമസ്കുലർ ജംഗ്ഷൻസ്, ഓട്ടോണോമിക് എഫക്റ്റീവ് സെൽസ്, സെൻസറി കരോട്ടിഡ് സൈനസ് ബാരോ റിസപ്റ്റർ സോൺസ്. എവിടെയാണ് മസ്കാരിനിക് റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മസ്കാരിനിക് റിസപ്റ്റേഴ്സ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത് എഫക്റ്റീവ് സെൽ ഏതാണോ അവിടെയായിരിക്കും നമ്മുടെ മസ്കാരിനിക് റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഹേർട്ട് അല്ലെങ്കിൽ എന്താണ് സ്മൂത്ത് മസിൽസ്, ഇവിടെയൊക്കെ ആയിരിക്കും മസ്കാരിനിക് റിസപ്റ്റേഴ്സ് കാണുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓട്ടോണോമിക് എഫക്റ്റീവ് സെൽസിലാണ് മസ്കാരിനിക് റിസപ്റ്റേഴ്സ് കാണുന്നത്. Muscarinic receptors are located in many organs and tissue throughout the body, including brain, heart, bladder, salivary glands, GI tract, etc. ഇനി ഏതൊക്കെയാണ് മസ്കാരിനിക് റിസപ്റ്റേഴ്സ് ടൈപ്പ് വരുന്നത്? M1, M2, M3, M4 ആൻഡ് M5. M1 ന്യൂറോണൽ ടിഷ്യൂസിൽ, M2 ഹാർട്ടിൽ, M3 ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസുകളിൽ, M4 CNSലും M5 CNS സെറിബ്രൽ വാസ്കുലേച്ചറിലൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. The next question, which of the following classes of antihypertensive medications is not recommended for initial treatment? അല്ലെ, അപ്പൊ ആന്റിഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനുള്ള ഡ്രഗ്സുകൾ, ഇവയിൽ ഏത് ടൈപ്പ് ഡ്രഗ്സുകളാണ് നമ്മൾ ഇനിഷ്യലി തന്നെ പ്രിഫർ ചെയ്യാത്തത്? തൈസൈഡ് ടൈപ്പ് ഡയൂററ്റിക്സ് ആണോ, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ആണോ, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണോ, ACE ഇൻഹിബിറ്റേഴ്സ് ആണോ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണോ ഇനിഷ്യലി തന്നെ ട്രീറ്റ്മെന്റിന് നമ്മൾ പ്രിഫർ ചെയ്യാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ആണ്. The potassium sparing diuretics are which are less effective at controlling hypertension than thiazide type diuretics. അല്ലെ, മറ്റുള്ളതിനെ അപേക്ഷിച്ച് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് എന്താണ്? ലെസ് എഫക്റ്റീവ് ആണ്. Then moving to the next question, 27th question. Respiratory depression is the common symptom of poisoning due to. ഈ താഴെ പറയുന്നതിൽ ഏതിന്റെ പോയിസണിങ് കൊണ്ടാണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ കൂടുതലും കോമൺ സിംറ്റം ആയിട്ട് വരുന്നത്? ആംഫിറ്റമിൻ പോയിസണിങ് ആണോ, കെറസിൻ പോയിസണിങ് ആണോ, ഒപ്പിയോയിഡ് പോയിസണിങ് ആണോ, മഷ്റൂം പോയിസണിങ് ആണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഒപ്പിയോയിഡ്സ് ആണ്. അതായത് മഷ്റൂം പോയിസണിങ് കൊണ്ടുണ്ടാവുന്ന ഹാംഫുൾ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റ്, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ്, ഓർഗൻ ഫെയിലേഴ്സ് ഒക്കെയാണ്. ഇനി ആംഫിറ്റമിൻ ടോക്സിസിറ്റിക്ക് ആണെങ്കിൽ ടാക്കികാർഡിയ, ഹൈപ്പർ ടെൻഷൻ, ഇമ്പൾസിവിറ്റി, അഗ്രഷൻസ്. ഒപ്പിയോയിഡ് പോയിസണിങ്ങിലാണ് നമുക്ക് റെസ്പിറേറ്ററി ഡിപ്രഷൻസ് അല്ലെ, അതായത് ഒരു ശ്വാസം മുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത്. Then next question, which of the following drug is teratogenic in nature? ഇതില് ടെറാറ്റോജെനിസിറ്റി കാണിക്കുന്ന ഡ്രഗ്സ് ഏതാണ്? എന്താണ് ടെറാറ്റോജൻസ് എന്ന് പറഞ്ഞാൽ? അതായത് ഫീറ്റസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീറ്റസിന് ഡാമേജ് വരുത്തുന്നതിനെയാണ് നമ്മൾ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ടെറാറ്റോജനിക് ഡ്രഗ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വാർഫാരിൻസ് ആണ് ടെറാറ്റോജനിക് നേച്ചർ കാണിക്കുന്നത്. അതുപോലെ കാണിക്കുന്ന ടെറാറ്റോജെനിസിറ്റി കാണിക്കുന്ന ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ ആണ് ഐസോട്രെറ്റിനോയിഡ്സ്, അതായത് നമ്മൾ ആക്നെക്കൊക്കെ യൂസ് ചെയ്യുന്ന ഐസോട്രെറ്റിനോയിഡ്സ്. അവിടെ കാണിക്കുന്ന ടെറാറ്റോജനിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ റെറ്റിനോയിക് ആസിഡ് എംബ്രിയോപ്പതി ആണ് കാണിക്കുന്നത്. ദെൻ താലിഡോമൈഡ്സ്, അതായത് മോർണിംഗ് സിക്നസിന് യൂസ് ചെയ്യുന്ന താലിഡോമൈഡ്സ് ബർത്ത് ഡിഫക്റ്റ് ഒരുപാട് കാണിക്കാറുണ്ട്. ദെൻ വാർഫാരിൻസ്, വാർഫാരിൻ എന്ന് പറയുമ്പോൾ എന്താണ്?
ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. Then that can cause developmental abnormalities in the fetus. Then tetracyclines. Tetracycline ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. ഇത് നമ്മുടെ ഫീറ്റസിന്റെ ബോൺ ടീത്ത് ഡീഫോർമേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ദെൻ സ്ട്രെപ്റ്റോമൈസിൻസ്. സ്ട്രെപ്റ്റോമൈസിൻസ് എന്താണ്? അമിനോഗ്ലൈക്കോസൈഡ്സ് ആണ്. ബൈലാറ്ററൽ കൺജനൈറ്റൽ ഡെഫ്നെസ്സിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോമൈസിൻസ് ആണ്. Then sulfamethoxazole അല്ലെങ്കിൽ trimethoprim's that can also cause fetal malformation and kernicterus. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടെറാറ്റോജെനിസിറ്റി കാണിക്കുന്ന ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഐസോട്രജിനോയിഡ്, താലിഡോമൈഡ്സ്, വാർഫാരിൻസ്, ടെട്രാസൈക്ലിൻസ്, സ്ട്രെപ്റ്റോമൈസിൻസ് ആൻഡ് സൾഫാമെത്തോക്സസോൾ. Then next question, international collaborating centers of pharmacovigilance is situated at. അപ്പൊ എന്താണ് ഫാർമക്കോ വിജിലൻസ്? നമ്മുടെ ADR റിപ്പോർട്ടിങ്ങിനും മാനേജ്മെന്റിനും ഒക്കെ വരുന്ന കമ്മിറ്റിയാണ് ഫാർമക്കോ വിജിലൻസ്. ഈ ഒരു ഫാർമക്കോ വിജിലൻസിന്റെ ഇന്റർനാഷണൽ കൊളാബറേറ്റിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ 6 സ്വീഡൻ അല്ലെ. സ്വീഡനിൽ വരുന്ന ഉപ്സല മോണിറ്ററിംഗ് സെന്റർ അല്ലെങ്കിൽ UMC ആണ് കൊളാബറേറ്റിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്വീഡൻസ്. The next question, what occurs in pharmacokinetic interactions? ഈ pharmacokinetic interactions ൽ എന്താണ് സംഭവിക്കുന്നത് അല്ലേ? In pharmacokinetic interaction, one drug alters the sensitivity or responsiveness of tissues to another drug by having the same effect. അപ്പോൾ സെയിം എഫക്റ്റ് കൊണ്ട് മറ്റൊരു ഡ്രഗിന്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിവിറ്റിയെ ഓൾട്ടർ ചെയ്യുകയാണോ ഫാർമക്കോകൈനറ്റിക്സിൽ സംഭവിക്കുന്നത്? ഇനി in pharmacokinetic interactions, one drug alter the sensitivity or responsiveness of tissues to another drug by having a blocking effect. അവിടെ ഒരു ആന്റഗോണിസ്റ്റിക് എഫക്റ്റ് ആണോ ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷൻസിൽ കാണിക്കുന്നത്? In pharmacodynamic interactions, drug alter the metabolism or excretion of another drug അല്ലെ. ഫാർമക്കോഡൈനാമിക് ഇന്ററാക്ഷൻസിൽ നമ്മുടെ ഡ്രഗിന്റെ മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ആണോ ഓൾട്ടർ ചെയ്യുന്നത്? In pharmacokinetic interaction, metabolism or excretion of another drug ആണോ ഓൾട്ടർ ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷൻസിൽ സംഭവിക്കുന്നത്? അതായത് ഡ്രഗ് ഇന്ററാക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫാർമക്കോകൈനറ്റിക്കും ഉണ്ട്, ഫാർമക്കോഡൈനാമിക്കും ഉണ്ട്. ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിന്റെ ADME പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നതിനെയാണ് നമ്മൾ ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ മെറ്റബോളിസം, എക്സ്ക്രീഷൻ, അബ്സോർപ്ഷൻ ഇതിലൊക്കെ വ്യത്യാസം വരുത്തുമ്പോഴാണ് ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷൻ ആവും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇൻ ഫാർമക്കോകൈനറ്റിക് ഇന്ററാക്ഷൻ, ഡ്രഗ് ഓൾട്ടർ ദ മെറ്റബോളിസം ഓർ എക്സ്ക്രീഷൻ ഓഫ് ദ അനദർ ഡ്രഗ്സ്. Then pharmacodynamic interactions എന്താണ് സംഭവിക്കുന്നത്? When one drug directly alter the effect of another drug by influencing its activity at the receptor level. അതിന്റെ റിസപ്റ്റർ ലെവലിൽ ആക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രഗിന്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാർമക്കോഡൈനാമിക് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീനിങ് ദാറ്റ് ദ ഡ്രഗ് ഇന്ററാക്ട് അറ്റ് ദ സൈറ്റ് വേർ ദേ പ്രൊഡ്യൂസ് ദെയർ തെറാപ്യൂട്ടിക് എഫക്ട് പൊട്ടൻഷ്യലി കോസിങ്, ഒന്നില്ലെങ്കിൽ അവരുടെ ഒരു അഡിറ്റീവ് എഫക്റ്റ് ആവാം, അല്ലെങ്കിൽ സൈനർജിസ്റ്റിക് എഫക്റ്റ് ആവാം, അല്ലെങ്കിൽ അന്റഗോണിസ്റ്റിക് എഫക്റ്റ് ആവാം അവിടെ ഫോം ചെയ്യുന്നത്. Then next question, the amount of drug required to produce a desired response is called as. അപ്പോൾ ഒരു ഡിസൈർഡ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് അവിടെ ആവശ്യമാണ് എന്നുള്ളതിന് പറയുന്ന നെയിം എന്താണ് അല്ലെ? ഡ്രഗ് എഫിക്കസി, ഡ്രഗ് ടോക്സിസിറ്റി, ഡ്രഗ് പൊട്ടൻസി ആൻഡ് ഓർ തെറാപ്യൂട്ടിക് റേഞ്ച്. അപ്പൊ ഏതാണ് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ദാറ്റ് കോസസ് അല്ലെങ്കിൽ ദാറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിസൈഡ് റെസ്പോൺസ്? ഡിസൈഡ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡ്രഗിന്റെ എമൗണ്ട് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡ്രഗ് പൊട്ടൻസി. Then ഇനി എന്താണ് ഡ്രഗ് എഫിക്കസി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മാക്സിമം എഫക്ട് ഓഫ് എ ഡ്രഗ് അല്ലെ. നമ്മുടെ ഡ്രഗിന്റെ മാക്സിമം എഫക്റ്റിനെ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിനെയാണ് നമ്മുടെ ഡ്രഗ് എഫിക്കസി. DRC കർവിലെ അപ്പർ ലിമിറ്റ് ആണ് ഡ്രഗ് എഫിക്കസി വരുന്നത്. തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ റേഞ്ച് ആണ്. അതായത് ഏറ്റവും മിനിമത്തിൽ എപ്പോഴാണോ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി കാണിക്കുന്നത് അത് തൊട്ട്
മാക്സിമത്തിൽ എവിടെ വരെയാണോ ടോക്സിസിറ്റി കാണിക്കാതിരിക്കുന്നത് അല്ലെ, അതിന്റെ ആ ഒരു റേഞ്ചിനെ, കോൺസെൻട്രേഷൻ റേഞ്ചിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയാം. ഓക്കെ. Then next question, which of the following factor modifying drug actions? ഇതിൽ ഏതൊരു ഫാക്ടർ ആണ് നമ്മുടെ ഡ്രഗ് ആക്ഷൻ മോഡിഫൈ ചെയ്യുന്നത്? റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രസൻസ് ഓഫ് അതർ ഡ്രഗ്സ്, ക്യുമുലേഷൻ, ഓൾ ഓഫ് ദ അബോവ്. അപ്പൊ ഒരു ഡ്രഗ് ആക്ഷൻ ഓൾട്ടർ ചെയ്യുന്നത് അതിന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഡ്രഗിന്റെ പ്രസൻസ് ആണോ, ക്യുമുലേഷൻ എഫക്റ്റ് ആണോ? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. അതായത് ഇതെല്ലാം ഒരു ഡ്രഗ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? When a drug is administered by different routes, it commonly exhibits quantitative variations and also qualitative variations. അതായത് ഡ്രഗിന്റെ റൂട്ട് മാറുന്നതിനനുസരിച്ച് അത് ബ്ലഡിലേക്ക് എത്തുന്ന എമൗണ്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയേഷൻസ് വരാറുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഐ വിയിൽ എന്താണ് മാക്സിമം ക്വാണ്ടിറ്റി ബ്ലഡിൽ എത്തുന്നത് അല്ലെ, ഓറലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയേഷൻസ്, അതായത് അവിടെ കാണിക്കുന്ന എഫക്റ്റുകൾക്കും അവിടെ വ്യത്യാസം വരാറുണ്ട്. ഇനി പ്രസൻസ് ഓഫ് അതർ ഡ്രഗ്സുകളും ഡ്രഗ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് എഡീഷൻ, പൊട്ടൻഷിയേഷൻ, സൈനർജിസം, ആന്റഗോണിസം, അങ്ങനെ അതർ ഡ്രഗ്സുകളുടെ പ്രസൻസും അവിടെ എഫക്ട് ചെയ്യാറുണ്ട്. Then cumulation. If the elimination of a drug is slow, then repeated administration of such drug will result in the accumulation in the body causing toxicity. അതായത് നമ്മുടെ ബോഡിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് എക്സ്ക്രീറ്റ് ആയി പോകാതെ ബോഡിയിൽ തന്നെ ക്യുമുലേറ്റ് ചെയ്തിട്ട് ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്രഗ് ആക്ഷൻസിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സുകളാണ്. Then next question, antidotes used for atropine poisoning. Atropine poisoning യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫൈസോസ്റ്റിഗ്മിൻസ് ആണ് അട്രോപ്പിൻ പോയ്സണിങ്ങിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഡ്രഗ്സും അതിന്റെ ആന്റിഡോട്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ആൽക്കലീസ് അല്ലെ, ആൽക്കലീസിന്റെ ആന്റിഡോട്ട്സ് ആണ് ഡയലൂട്ട് അസിറ്റിക് ആസിഡ്. എന്താണ് ഡയലൂട്ട് അസിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ? ഇറ്റ്സ് ഓൾസോ കോൾഡ് വിനേഗർ. ദെൻ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ്, അട്രോപ്പിൻസ്. മോർഫിന്റെ ആന്റിഡോട്ട് ആണ് നലക്സോൺസ്. അട്രോപ്പിന്റെ ആന്റിഡോട്ട് ആണ് ഫൈസോസ്റ്റിഗ്മിൻ. ദെൻ ബെൻസോഡൈസെപ്പിൻസിന്റെ ആണ് ഫ്ലുമാസെനില്. ദെൻ കാർബമേറ്റ്സിൻ്റെത് അട്രോപ്പിൻസ്. സയനൈഡ്സിൻ്റെത് സോഡിയം നൈട്രേറ്റ് ആൻഡ് സോഡിയം സൾഫേറ്റ്. മെത്തനോളിൻ്റെത് ഈഥൈൽ ആൽക്കഹോള്. പാരസിറ്റമോളിൻ്റെത് എൻഅസറ്റൈൽ സിസ്റ്റീൻസ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ആന്റിഡോട്ട്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then next is test for carcinogenicity is the. അപ്പോൾ കാർസിനോജെനിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാർസിനോജെനിസിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ടോക്സിസിറ്റി സ്റ്റഡി ഇതിൽ ഏതാണ്? അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡി ആണോ, റിപ്പീറ്റഡ് ടോക്സിസിറ്റി സ്റ്റഡി ആണോ, സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡി ആണോ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസ് ആണ്. അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡോസിന് ശേഷം വല്ലതും നമ്മൾ ആ ഒരു ടോക്സിസിറ്റി പ്രൊഫൈൽ നോക്കുന്നതിനാണ് അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എപ്പോഴായിരിക്കും? ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് റിപ്പീറ്റഡ് ടോക്സിസിറ്റി സ്റ്റഡി. ഇനി സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കാർസിനോജെനിസിറ്റി, മ്യൂട്ടാജെനിസിറ്റി ഒക്കെ നോക്കുന്നതാണ് സ്പെഷ്യൽ ടോക്സിസിറ്റി സ്റ്റഡീസിൽ വരുന്നത്. ഓക്കെ. Then next question, which phase is called microdosing study in clinical trials? അപ്പോൾ ഇത് ഡ്രഗ് ഡെവലപ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ട്രയൽസിൽ ഏതൊരു ഫേസിനെയാണ് നമ്മൾ മൈക്രോ ഡോസിങ് സ്റ്റഡി എന്ന് പറയുന്നത്? നമുക്കറിയാം ക്ലിനിക്കൽ ട്രയൽസ് 5 ടൈപ്സ് ഉണ്ട്. അതായത് phase 0 to phase 4 വരെ ഉണ്ട് അല്ലെ. അതിൽ ഏതൊരു ഫേസിനെയാണ് മൈക്രോ ഡോസിങ് സ്റ്റഡി എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, phase 0 ആണ് വരുന്നത്. കാരണം ഈ ഒരു phase 0-ലാണ് നമ്മൾ ഏറ്റവും കുറവ് അല്ലെങ്കിൽ മൈക്രോ അളവിലാണ് നമ്മൾ അവിടെ ഡോസ് കൊടുക്കുന്നത്. ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡ്രഗ് അതിന്റെ എഫിക്കസി, സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻസിലെ എക്സ്പെരിമെന്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് phase 0 അല്ലെ. അതായത് പ്രീ ക്ലിനിക്കൽ ആനിമൽ ടെസ്റ്റിംഗ് കഴിഞ്ഞ് അപ്രൂവൽ കിട്ടി കഴിയുമ്പോഴാണ് ഈ ഒരു phase 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഒരു ഫേസ് സീറോയിൽ വളരെ കുറഞ്ഞ എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡ്രഗ് പേഷ്യൻസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അവിടെ ഡ്രഗ്സിന്റെ തെറാപ്യൂട്ടിക് എഫിക്കസി കാണിക്കാറില്ല, അത്രയും കുറഞ്ഞ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ തെറാപ്യൂട്ടിക് എഫിക്കസി അവിടെ കാണിക്കാറില്ല. ഓക്കെ, ഫേസ് സീറോ ഇറ്റ്സ് അതർവൈസ് കോൾഡ് microdosing studies. This is conducted before phase 1 but it is not mandatory. അല്ലേ, ഇത് മാൻഡേറ്ററി അല്ല. Low doses of the drug is administered to the healthy volunteers to obtain pharmacokinetic data. അപ്പോൾ pharmacokinetic data obtain ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തി വോളണ്ടിയേഴ്സിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ഡ്രഗ്സ് ആണ് ഈ ഒരു ഫേസിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ തെറാപ്യൂട്ടിക് എഫക്റ്റ് കാണിക്കാറില്ല. ദെൻ ഇതിന്റെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ആനിമൽ സ്റ്റഡീസ് അവിടെ അവോയ്ഡ് ചെയ്യുക. അതായത് വളരെ നാൾ നീണ്ടു നിൽക്കുന്ന എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് ഉണ്ട് അല്ലെ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. The next question, following are the anticholine esterases except. നെക്സ്റ്റ് നമ്മുടെ കോളിനർജിക് ഡ്രഗ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ആന്റികോളിൻ എസ്റ്ററേസ് അല്ലാത്തത്? ഫൈസോസ്റ്റിഗ്മിൻ, ഡോണപ്പസിൽസ്, പാരാതയോൺ അല്ലെങ്കിൽ പൈലോകാർപിൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, പൈലോകാർപിൻസ് ആണ് ആൻസർ വരുന്നത് അല്ലെ. നമ്മളപ്പം ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതായത് കോളിനർജിക് ഡ്രഗ്സിനെ നമ്മൾ കോളിനർജിക് അഗോണിസ്റ്റുകൾ എന്നും ആന്റികോളിൻ എസ്റ്ററേസ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കോളിനർജിക് അഗോണിസ്റ്റുകളാണ് അസറ്റൈൽ കോളിൻ, മെഥാകോളിൻ, കാർബക്കോൾ ആൻഡ് ബെഥനിക്കോൾ. ദെൻ ആൽക്കലോയിഡ്സിൽ വരുന്ന മെസ്കാരിൻ, പൈലോകാർപിൻ ആൻഡ് അരിക്കോൾ. ദെൻ ആന്റികോളിൻ എസ്റ്ററേസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഏതൊക്കെയാണ്? ഫൈസോസ്റ്റിഗ്മിൻ, ഡോണപ്പസിൽസ് ആൻഡ് പാരാതയോൺസ്. അപ്പൊ ഇവ എന്താണ്? ഇൻഡയറക്റ്റ് ആക്ടിങ്ങിലാണല്ലേ വരുന്നത്, ഡയറക്റ്റ് ആ ഒരു റിസപ്റ്റേഴ്സിലല്ല ആക്ട് ചെയ്യുന്നത്. മറ്റു പറഞ്ഞിരിക്കുന്ന ആ കോളിൻ എസ്റ്റേഴ്സും ആൽക്കലോയിഡ്സും ഒക്കെ എന്താണ് ചെയ്യുന്നത്? കോളിനർജിക് റിസപ്റ്റേഴ്സിൽ ഡയറക്റ്റ് ആക്ട് ചെയ്തുകൊണ്ട് കോളിനർജിക് ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ അസറ്റൈൽ കോളിന്റെ അതേ ആക്ഷൻസ് മിമിക് ചെയ്യുകയാണ്. പക്ഷെ ആന്റികോളിൻ എസ്റ്ററേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റൈൽ കോളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആന്റികോളിൻ എസ്റ്ററേസ് അല്ലെ, കോളിൻ എസ്റ്ററേസിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ ഡ്രഗ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് എല്ലാം കോളേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. Then next question, the shortest and fast acting muscle relaxant. ഇതില് നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മസിൽ റിലാക്സൻ അല്ലെ, സ്കെലറ്റൽ മസിൽ റിലാക്സൻസിൽ നിന്നാണ്. ഇതിൽ ഏതാണ് ഏറ്റവും ഷോർട്ടസ്റ്റും അതുപോലെ തന്നെ ഫാസ്റ്റ് ആക്ടിങ്ങും ആയിട്ടുള്ള സ്കെലറ്റൽ മസിൽ റിലാക്സൻസ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സക്സിനൈൽ കോളിൻ ആണ് വരുന്നത്. സക്സിനൈൽ കോളിന് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഇറ്റ് ഈസ് റാപ്പിഡ്ലി ഹൈഡ്രോളൈസ്ഡ് ബൈ സ്യൂഡോകോളിൻ എസ്റ്ററേസസ് അല്ലെ, പെട്ടെന്ന് തന്നെ സ്യൂഡോകോളിൻ എസ്റ്ററേസ് വഴി ഇത് ഹൈഡ്രോളൈസ് ആയി പോകുന്നു. സോ ഇതിന് വളരെ ചെറിയ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്, അതായത് നിയർലി 3 to 8 minutes മാത്രമാണ് ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വരുന്നത്. Then transient apnea is usually seen at the peak of its action in people with a liver disease or atypical pseudocolon esterases because of genetic defect. അപ്പോൾ സ്യൂഡോകോളിൻ എസ്റ്ററേസസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതോ ആയ പീപ്പിൾസിൽ ഈ ഒരു സക്സിനൈൽ കോളിൻ അഡ്മിനിസ്റ്റർ ചെയ്താൽ അതിന്റെ ഒരു ലെവല് പീക്ക് ലെവലിൽ കാണുകയും അങ്ങനെ പെട്ടെന്ന് ഒരു അപ്നിയ അവിടെ അനുഭവപ്പെടാനും തുടങ്ങും. ഈ ഒരു ട്രാൻസിയന്റ് അപ്നിയ അല്ലെ, ഈ കണ്ടീഷനെയാണ് നമ്മൾ പ്രൊലോങ്ഡ് സക്സിനൈൽ കോളിൻ അപ്നിയ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് ആന്റിഡോട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ട്രാൻസിയന്റ് അപ്നിയ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? സ്യൂഡോകോളിൻ എസ്റ്ററേസ് അല്ലെ, അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന സ്യൂഡോകോളിൻ എസ്റ്ററേസിന് എന്തെങ്കിലും ജനറ്റിക്കലി ഡിഫക്റ്റോ അല്ലെങ്കിൽ ലിവർ ഡാമേജോ ഉള്ള പേഷ്യൻസിലാണ് ഇത് കൂടുതലും കാണിക്കുന്നത്. Then moving to the next question, what is the primary site of action for spironolactone and triamterins? സ്പൈറോണോലാക്ടോൺസും ട്രയാംറ്ററിന്റെയും ആക്ഷൻ ഏതാണ്? അപ്പോൾ സ്പൈറോണോലാക്ടോൺ, ട്രയാംറ്ററിൻസ് ഒക്കെ ഏതൊരു ടൈപ്പ് ഡ്രഗ്സുകളാണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലെ. ഏത് ടൈപ്പ് ഡ്രഗ്സുകളാണ്? ഡയൂററ്റിക്സിൽ വരുന്നതാണ് സ്പൈറോണോലാക്ടോണും ട്രയാംറ്ററിനും ഒക്കെ. നമ്മൾ ഡയൂററ്റിക്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏതൊരു ലൊക്കേഷനിലാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് അല്ലെ. അപ്പോൾ സ്പൈറോണോലാക്ടോണും ട്രയാംറ്ററിൻസും ഒക്കെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്?
They are acting at the distal tubule and collecting duct. Distal tubule അല്ലെങ്കിൽ collecting duct ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് സ്പൈറനോലാക്ടോൺസ് ആൻഡ് ട്രയാംഡറിൻസ്. ജസ്റ്റ് ഡയോറട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കിയാൽ the diuretics എന്താണ്? The promote excretion of sodium and water in urine. Then classification according to the primary site of action in the nephrons. Proximal tubules ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് കാർബോണിക് anhydrase inhibitors ആയിട്ടുള്ള acetozolamide. Then thick ascending loop of Henle ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് loop diuretics ആയിട്ടുള്ള furazimides, bumetanide, tosimides. Then early distal tubule ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് thiazides, thiazide related diuretics അല്ലെ. thiazidesന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? chlorothiazides, hydrochlorothiazides, hydroflumethiazole, bentroflumethiazole, benthiazoles. Then thiazide related diuretics ആണ് chlorthalidone, indapamide, metolazone and cipamide. Then drug acting at late distal tubule and collecting duct അല്ലെ. late distal tubule collecting ductലും ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് aldosterone antagonist ആയിട്ടുള്ള സ്പൈറനോലാക്ടോണും എപ്രിനോണും അതുപോലെ തന്നെ റീനൽ എപ്പിത്തീലിയത്തിൽ ഡയറക്റ്റ് ഇൻഹിബിറ്റേഴ്സ് വരുന്ന അമിലോറൈഡും ട്രയാംഡറിൻസും. Then entire nephronൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഓസ്മോട്ടിക് ഡയോററ്റിക്സ് ആയിട്ടുള്ള മാനിറ്റോൾ, ഗ്ലിസറോൾ, ഐസോസോർബിൽ ഡൈനൈട്രേറ്റ്സ്. Okay. The next question. A 30-year-old male suffering from cerebral edema will be treated with what? അപ്പോൾ cerebral edema കൊണ്ട് സഫർ ചെയ്യുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഏതാണ്? ഫ്യൂറസിമൈഡ് ആണോ, അമിലോറൈഡ്സ് ആണോ, എഥാക്രിനിക് ആസിഡ്സ് ആണോ, മാനിറ്റോൾസ് ആണോ? അപ്പൊ നമുക്കറിയാം ഒരു ഡയോററ്റിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ സെറിബ്രൽ എഡിമ മാറ്റണം എങ്കിൽ ഏത് ഡയോററ്റിക്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്? മാനിറ്റോൾ ആണ് നമ്മൾ അവിടെ പ്രിഫർ ചെയ്യുന്നത്. കാരണം സെറിബ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഏരിയയിൽ നിന്ന് നമ്മുടെ ഇൻട്രാക്രേനിയൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലൂയിഡ്സിനെ വലിച്ചെടുത്ത് നമ്മുടെ പൾമിനറി സർക്കുലേഷനിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മാനിറ്റോൾസ്. They are used to reduce elevated intracranial tension following head injury or tumors. Head injury അല്ലെങ്കിൽ tumors ഒക്കെ വന്നത് പ്രകാരം ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രാക്രേനിയൽ ടെൻഷനെ റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മാനിറ്റോൾസ്. ഇവ എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്ന് ഫ്ലൂയിഡ്സിനെ വലിച്ചെടുത്തിട്ട് അത് സർക്കുലേഷനിലേക്ക് അല്ലെ നമ്മുടെ പൾമിനറി സർക്കുലേഷനിലേക്ക് അവ കൊടുക്കുന്നു. ഓക്കെ, ഇതുമൂലം നമുക്ക് പൾമിനറി എഡിമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മാനിറ്റോൾസ് IV ആയിട്ട് ഒരുപാട് ക്രോണിക് യൂസ് ചെയ്താൽ പൾമിനറി എഡിമ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇതെന്താണ് സംഭവിക്കുന്നത്? സെറിബ്രൽ എഡിമയ്ക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും മാനിറ്റോൾ ആണ്. ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റിൽ നമുക്ക് പൾമിനറി എഡിമ പറയാം. ഈ പൾമിനറി എഡിമയ്ക്ക് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ലൂപ്പ് ഡയോററ്റിക്സുകളാണ്. ഓക്കെ, ലൂപ്പ് ഡയോററ്റിക്സുകളാണ് പൾമിനറി എഡിമയ്ക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. The next question, select the vasopressin receptor antagonist from the following. അപ്പം നമ്മൾ ആദ്യം ഡയോററ്റിക്സ് കണ്ടു. നെക്സ്റ്റ് വാസോപ്രസിൻ എന്താണ് വരുന്നത്? ആന്റി ഡയോററ്റിക്സ് ആണ് അല്ലെ വരുന്നത്. ആന്റി ഡയോററ്റിക്സ് യൂറിന്റെ ഔട്ട്പുട്ട് കുറയുന്ന ഡ്രഗ്സുകളാണ് വാസോപ്രസിൻ. ഇതിൽ ഏതാണ് വാസോപ്രസിൻ അണ്ടഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ടോൾവാപ്റ്റാൻ ആണ് വാസോപ്രസിന്റെ അണ്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഡെസ്മോപ്രസിൻസും ആർജിനിൻ വാസോപ്രസിൻസും ഒക്കെ അതിന്റെ അഗോണിസ്റ്റുകളാണ്. ഓക്കെ, ടോൾവാപ്റ്റാൻ. Then vasopressin receptor antagonists like tolvaptan and tolvaptan are useful in the treatment of SIADH. എന്താണ് SIADH എന്ന് പറഞ്ഞാൽ? It is the syndrome of inappropriate anti-diuretic hormone secretions അല്ലെ. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആന്റി ഡയോററ്റിക് ഹോർമോണിന്റെ സെക്രീഷൻ മൂലം നമുക്ക് എന്താണ് ആ ഒരു യൂറിൻ ഔട്ട്പുട്ട് മൊത്തത്തിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാസോപ്രസിൻ അണ്ടഗോണിസ്റ്റുകളാണ് കൊണിവാപ്റ്റാനും ടോൾവാപ്റ്റാനും. ഓക്കെ, കൊണിവാപ്റ്റാൻ ആൻഡ് ടോൾവാപ്റ്റാൻസ്. ഈ ഒരു ഇതിന്റെ SIADH മൂലം നമുക്ക് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? അനോറക്സിയ, നോസിയ, വോമിറ്റിംഗ്, മസിൽ ക്രാംസ്, ലെതർജി, കോമ, കൺവൾഷൻസ് ആൻഡ് ഡെത്ത് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സെൻട്രലി ആക്ടിങ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സുകൾ? ഇതിൽ സെൻട്രലി ആക്ടിങ് അല്ലാത്ത ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഏതാണ്? അപ്പോൾ ഇതും നമുക്ക് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സെൻട്രലി ആക്ടിങ് അല്ലാത്തത് ഏതാണ്? മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, മിനോക്സിഡിൻ ആൻഡ് ഗ്വാൻബെൻസിൻസ്. അപ്പം ഏതാണ് സെൻട്രലി ആക്ടിങ് വരുന്നത്? നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് അല്ലെ സെൻട്രലി ആക്ടിങ് ആയിട്ടുള്ള മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻസ്. ഇനി മിനോക്സിഡിൻ ആൻഡ് ഗ്വാൻബെൻസിൻസ് അതിൽ ഏതെങ്കിലും സെൻട്രലി ആക്ടിങ് ആണോ അല്ലെങ്കിൽ സെൻട്രലി ആക്ടിങ് അല്ലയോ? ഓക്കെ, നമുക്കറിയാം മിനോക്സിഡിൽസ് അല്ലെ. മിനോക്സിഡിൽസ് എന്താണ്? വാസോ ഡൈലേറ്റേഴ്സ് ആണ് അല്ലെ. സോ അതൊരിക്കലും സെൻട്രലി ആക്ടിങ് ആന്റി ഹൈപ്പർടെൻസീവ്സിൽ വരുന്നതല്ല. സോ ആൻസർ വരുന്നത് മിനോക്സിഡിൽസ് ആണ്, നോട്ട് എ സെൻട്രലി ആക്ടിങ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സുകൾ. അപ്പൊ ആന്റി ഹൈപ്പർടെൻസീവിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയാൽ ഫസ്റ്റ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിന് എക്സാമ്പിൾ വെറാപ്പമിൽ, ഡിൽറ്റിയാസം, നിഫിഡിപ്പിൻസ്, ഫെറോഡെപ്പിൻസ് എക്സെട്ര. Then beta and alpha adrenergic blockers ആണ് ലാബിറ്റലോൺ, കാർബിഡിലോൺ. ആൽഫ adrenergic blockers ആണ് പ്രാസോസിൻ, ടെറാസോസിൻ, ഡോക്സാസോസിൻ എക്സെട്ര. Then central sympatholytics ആണ് ക്ലോണിഡിനും മീഥൈൽ ഡോപ്പയും അതുപോലെ തന്നെ ഗ്വാൻബെൻസിനും. Then vasodilators ആണ് ഹൈഡ്രലസീൻസ്, മിനോക്സിഡിൽസ് ആൻഡ് ഡയസോൾസ് അല്ലെ. അപ്പം ഇതെന്തല്ല സെൻട്രൽ സിമ്പത്തോലൈറ്റിക്സിൽ പെടുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the inhibition of conversion of the following is the mechanism of action of angiotensin converting enzyme inhibitors. അപ്പം നമുക്കറിയാം ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സുകൾക്ക് ഒരു ക്ലാസ് ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ്. ഈ ഒരു ACE ഇൻഹിബിറ്റേഴ്സ് ഇതിൽ ഏതിന്റെ കൺവേർഷൻ ആണ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്? റെനിൻ ആൻജിയോടെൻസിനോജൻ ആവുന്നതാണോ? ആൻജിയോടെൻസിനോജൻ ആൻജിയോടെൻസിൻ 1 ആവുന്നതാണോ? ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആവുന്നതാണോ? ആൻജിയോടെൻസിൻ 2 ആൻജിയോടെൻസിൻ 3 ആവുന്നതാണോ? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻജിയോടെൻസിൻ 1 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ACE ഇൻഹിബിറ്റേഴ്സ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന്റെ ആക്ഷൻസ് എടുത്താൽ ACE ഇൻഹിബിറ്റേഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 1 2 ആവുന്നതിനെയാണ് ACE ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ 2 3 ആവുന്നതിനെയാണ് ആൻജിയോടെൻസിൻ ബ്ലോക്കേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ARBs. ഓക്കെ, അപ്പം ACE ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ACE ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫാർമക്കോളജിയിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 43 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.